ഓം ശ്രീ രാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കുംഭകർണവധം. കുഞ്ഞുങ്ങളെ, കുംഭകർണൻ്റെ ഒരു ചെറിയ കഥ ആദ്യം പറയാം. ഇന്ദ്രന് പോലും കുംഭകർണനോട് അസൂയയായിരുന്നു. അത്രയ്ക്ക് ബലവാനായിരുന്നു കുംഭകർണൻ. ആർക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ലായിരുന്നു. ഒരിക്കൽ രാവണനും വിഭീഷണനും കുംഭകർണനും ബ്രഹ്മാവിനെ തപസ് ചെയ്തു. കുംഭകർണൻ ഇന്ദ്രവധം ചോദിക്കുമെന്നുള്ളതിനാൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സരസ്വതീ ദേവി കുംഭകർണൻ്റെ നാവിലെത്തി. അതുകൊണ്ട് കുംഭകർണൻ ഇന്ദ്രപദം എന്നുള്ളതിന് തെറ്റിച്ച് നിദ്രപദം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉറക്കത്തിനുള്ള വരം ബ്രഹ്മാവ് നൽകി. അങ്ങനെ 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നു ഇരിക്കും. കുഞ്ഞുങ്ങളെ, നാവ് പിഴച്ചപ്പോൾ കുംഭകർണനെ പറ്റിയ അബദ്ധം കണ്ടല്ലോ. ഇനി നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. ഇന്ന് കുംഭകർണനെ വധിക്കുന്ന കഥയാണ് പറയുന്നത്. കഴിഞ്ഞ കഥയിൽ കുംഭകർണൻ രാവണനെ ഉപദേശിച്ചത് കേട്ടല്ലോ. ഉപദേശം കേട്ട രാവണന് ദേഷ്യമുണ്ടായി. രാവണൻ എനിക്ക് ജ്ഞാനോപദേശം തരാനല്ല നിന്നെ ഉണർത്തിയതെന്ന് പറഞ്ഞു. നിന്നെ വരുത്തിയത് രാമനെയും സൈന്യത്തെയും വധിക്കാൻ വേണ്ടിയാണ്. കഴിയുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നീ പോയി ഇഷ്ടം പോലെ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഇത് കേട്ട് കുംഭകർണൻ ദുഷ്ടനായ ജ്യേഷ്ഠൻ്റെ കീഴിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ശ്രീരാമൻ്റെ കൈകൊണ്ട് ഭരിച്ച് മോക്ഷം പ്രാപിക്കുന്നതാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ ശൂലായുധവും എടുത്തുകൊണ്ട് അലറിക്കൊണ്ട് പർവ്വതത്തെപ്പോലെ വാനരന്മാരുടെ നേർക്ക് പാഞ്ഞു. വാനരന്മാർ ഭയന്നോടി. മഹാകായനായ ആ രാക്ഷസൻ തൻ്റെ ജ്യേഷ്ഠനായ കുംഭകർണനാണെന്ന് വിഭീഷണൻ ഭഗവാനോട് പറഞ്ഞു. എന്നിട്ട് വിഭീഷണൻ താൻ സീതയെ രാമന് കൊടുക്കാൻ ജ്യേഷ്ഠനോട് പറഞ്ഞതിന് തന്നെ വധിക്കാൻ വന്നതുകൊണ്ട് താൻ മന്ത്രിമാരുമായി ഭഗവാനെ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്ന് കുംഭകർണനോട് പറഞ്ഞു. ഇത് കേട്ട കുംഭകർണൻ അനുജനെ ആലിംഗനം ചെയ്തിട്ട് നീ ദീർഘായുഷ്മാനായിരുന്ന് നമ്മുടെ വംശത്തെ രക്ഷിക്കാൻ പറഞ്ഞു. രാമപാദങ്ങളെ സേവിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ട് ദുഃഖത്തോടെ പോയി. എന്നിട്ട് കോപാകുലനായി വന്ന് വാനരന്മാരെ വധിച്ചു തുടങ്ങി. സുഗ്രീവൻ ഒരു മലയെടുത്ത് കുംഭകർണനെ എറിഞ്ഞു. കുംഭകർണൻ അത് നിഷ്പ്രയാസം തടുത്തിട്ട് സുഗ്രീവനെ ശൂലമെടുത്ത് കുത്തി. സുഗ്രീവൻ ബോധരഹിതനായി. ബോധം വീണ്ടെടുത്ത് പിന്നെയും യുദ്ധം തുടങ്ങി. സുഗ്രീവൻ്റെ ആക്രമത്താൽ കുംഭകർണൻ്റെ ദേഹം മുഴുവൻ പരിക്കേറ്റു. കോപവും ഭയവും കലർന്ന് നാണം കെട്ട് പിന്നെയും കുംഭകർണൻ ആയിരക്കണക്കിന് വാനരന്മാരെ വാരി വിഴുങ്ങാൻ തുടങ്ങി. വാനരന്മാർ മൂക്കിൽ കൂടിയും ചെവിയിൽ കൂടിയും പുറത്തു ചാടുമ്പോൾ പിന്നെയും അവരെ വിഴുങ്ങാൻ തുടങ്ങി. ലക്ഷ്മണൻ അമ്പെയ്യാൻ തുടങ്ങി. പിന്നെ അവൻ ശ്രീരാമൻ്റെ നേർക്കടുത്തു. അവൻ്റെ 2 കൈകളും ഭഗവാൻ മുറിച്ച് താഴെ ഇട്ടു. അപ്പോൾ അലറിയെടുത്ത് അവനെ ഇന്ദ്രാസ്ത്രത്താൽ ഭഗവാൻ വധിച്ചു. കുംഭകർണൻ്റെ ഉടൽ കടലിലും ശിരസ് ഗോപുരവാതുക്കലും വീണു. ഈ ദുഷ്ടനെ വധിച്ചതുകൊണ്ട് സകല ദേവന്മാരും ഋഷിമാരും എല്ലാം സന്തുഷ്ടരായി. അപ്പോൾ ദേവർഷിയായ നാരദൻ ഭൂമിയിൽ അവതരിച്ച് ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് തനിക്ക് അങ്ങയെ പൂജിച്ചും ധ്യാനിച്ചും തിരുനാമങ്ങൾ പാടി ആനന്ദിച്ചും പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാനുള്ള അനുഗ്രഹം തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ അങ്ങനെ അനുഗ്രഹവും നൽകി. പിന്നെ കുംഭകർണനെ വധിച്ചതുകൊണ്ട് ഭൂമിയുടെ പകുതി ഭാരം കുറഞ്ഞെന്ന് നാരദൻ പറഞ്ഞു. സാക്ഷാൽ അനന്തൻ തന്നെയായ ലക്ഷ്മണൻ നാളെ ഇന്ദ്രജിത്തിനെ വധിക്കും. മറ്റേന്നാൾ അങ്ങ് രാവണനെയും വധിക്കണമെന്ന് പറഞ്ഞു. അങ്ങയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് നാരദൻ ബ്രഹ്മലോകത്തേക്ക് പോയി. കുംഭകർണൻ മരിച്ചതറിഞ്ഞ് രാവണൻ മോഹാലസ്യപ്പെട്ട് വീണു. മോഹാലസ്യം തീർന്നപ്പോൾ രാവണൻ കരയാൻ തുടങ്ങി. ഇത് കണ്ട് അതികായൻ, ത്രിശിരസ്, ദേവാന്തകൻ തുടങ്ങിയ 15 രാക്ഷസ പ്രമാണിമാർ രാവണനെ ആശ്വസിപ്പിച്ചിട്ട് വേണ്ടത്ര സൈന്യത്തോടുകൂടി പുറപ്പെട്ടു. വാനരന്മാരും രാക്ഷസന്മാരും കൂടി ശക്തിയായി പോരാടി. യുദ്ധരംഗം ചോരപ്പുഴകളാൽ നിറഞ്ഞു. ഹനുമാനും അങ്കദനും നീലനും കൂടി ഒരുവിധമുള്ള രാക്ഷസ പ്രമാണിമാരെയും സൈന്യങ്ങളെയും വധിച്ചു. ദിവ്യാസ്ത്ര പ്രയോഗത്താൽ വില്ലാളിയായ അതികായൻ 1000 കുതിരകളെ പൂട്ടിയ തേരിൽ കയറി വരുന്നത് കണ്ട് വാനരന്മാർ പേടിച്ചോടി. അപ്പോൾ ലക്ഷ്മണൻ മുന്നോട്ട് വന്ന് അസ്ത്രപ്രയോഗം തുടങ്ങി. അപ്പോൾ ബാണങ്ങളെല്ലാം അവൻ്റെ ശരീരത്തിൽ തറയ്ക്കാതെ തല ചരിഞ്ഞ് വീണുകൊണ്ടിരുന്നു. അപ്പോൾ വായു ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അതികായൻ ബ്രഹ്മാവ് കൊടുത്ത ഒരു പടച്ചട്ടയാണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം എയ്ത് വധിക്കാൻ പറഞ്ഞു. ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്രം എയ്ത് അതികായൻ്റെ ശിരസ് അറുത്തിട്ടു. വാനരന്മാർ സന്തോഷത്തോടുകൂടി ശിരസ് എടുത്തുകൊണ്ടുപോയി രാമപാദങ്ങളിൽ വെച്ച് തൊഴുതു. ശേഷിച്ച രാക്ഷസന്മാരെല്ലാം തിരിച്ചുപോയി രാവണനെ കാര്യം അറിയിച്ചു.
മക്കളും സേനാപതികളും മന്ത്രിമാരും എല്ലാം മരിച്ചതറിഞ്ഞ് രാവണൻ്റെ ദുഃഖം കണ്ട് ഇന്ദ്രജിത്ത് ഞാൻ ശത്രുക്കളെ നിശേഷം നശിപ്പിച്ച് വരാ എന്ന് പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ദുഃഖിക്കരുതെന്ന് പറഞ്ഞിട്ട് രാവണൻ്റെ അനുഗ്രഹത്തോടുകൂടി സൈന്യസമേതം പുറപ്പെടാൻ ഒരുങ്ങി. തനിക്ക് ശക്തി വർദ്ധിക്കുന്നതിന് ശിവപ്രീതിക്ക് വേണ്ടി ഇന്ദ്രജിത്ത് നികുംബലയിൽ കടന്ന് വിധിപ്രകാരം ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ട് ഹോമം തുടങ്ങി. അവസാനം അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട ദിവ്യ ആയുധങ്ങളും അന്തർധാന വിദ്യയും നൽകി. പിന്നീട് ഇന്ദ്രജിത്ത് യുദ്ധരംഗത്തെത്തി മഴ പെയ്യുന്നത് പോലെ ശരങ്ങൾ പൊഴിച്ചു. വാനരന്മാർ രാക്ഷസന്മാരെ നിർദ്ദയം കൊല്ലുന്നത് കണ്ട് വിഷമിച്ച ഇന്ദ്രജിത്ത് ആകാശത്തിൽ മറഞ്ഞു നിന്ന് ബ്രഹ്മാസ്ത്രം എയ്തു. ബാണമേറ്റ് സുഗ്രീവനടക്കം വാനരന്മാർ ബോധരഹിതരായി. 67 കോടി സേനാനായകന്മാരും 21 വെള്ളം സൈന്യങ്ങളും വീണു. പിന്നെ രാമലക്ഷ്മണന്മാരെയും മഹാവീരശാലിയായ ഇന്ദ്രജിത്ത് എയ്തു വീഴ്ത്തി. അനന്തരം രാക്ഷസന്മാരുടെ വിജയം ആഘോഷിച്ച് ശംഖും മുഴക്കിക്കൊണ്ട് ഇന്ദ്രജിത്ത് ലങ്കയിലേക്ക് പോയി. ദേവന്മാർക്ക് ദുഃഖമുണ്ടായി. കുഞ്ഞുങ്ങളെ, ഇത് രാക്ഷസന്മാരുടെ താൽക്കാലിക വിജയം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ നിർത്തട്ടെ. ഹരി ഓം തത് സത്.